പ്രതിഷേധിക്കുന്നവരുടെ നേരെ പാഞ്ഞെടുക്കുക, അവരെ ക്രിമിനൽ എന്ന് വിളിക്കുക, ഗുണ്ട എന്ന് വിളിക്കുക, ഫൂൾ എന്ന് വിളിക്കുക എന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല. ഇതേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ 2.5 വർഷം പിടിച്ചു വെച്ചിട്ടുള്ളത്. പിന്നീട് സുപ്രീം കോടതിയുടെ ശാസന കേട്ടതിന് ശേഷം അദ്ദേഹം എല്ലാം കൂടെ മൊത്തക്കച്ചവടം നടത്തി രാഷ്ട്രപതിക്ക് അയക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഇനിയിപ്പോൾ ക്രമസമാധാനത്തിൻ്റെ നിലയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനാവശ്യമായ രേഖ തെളിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ EMS ചെയറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മിഠായി തെരുവിലേക്ക് പോകുന്നു, വഴിയിൽ കണ്ട കുട്ടികളെ എടുക്കുന്നു, ആളുകളുമായി സെൽഫിക്ക് നിൽക്കുന്നു, എന്നിട്ട് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ശ്രീ JR പത്മകുമാർ, ഇന്നലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ളവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ തന്ത്രമാണോ അല്ലെങ്കിൽ ബുദ്ധിയാണോ? അല്ല, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, പിണറായി വിജയനുമായി ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? 3 കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. 3 കാര്യങ്ങളിൽ ഞാൻ മറുപടി പറയാം. 3 കാര്യങ്ങൾക്ക് നിങ്ങളെനിക്ക് സമയം തന്നാൽ മതി. ഒന്ന്, ഒരു ഗവർണറെ താമസിക്കുന്ന രാജ്ഭവൻ. ആ രാജ്ഭവനകത്ത് ഒരു ദിവസം SFIയുടെ ആളുകൾ ചെന്ന് അതിൻ്റെ മുമ്പ് ധർണ നടത്തുന്നതിന് ആർക്കും എതിർപ്പില്ലല്ലോ. ആ ധർണ നടത്തിയതിനു ശേഷം ഗവർണറുടെ വസതിയിലേക്ക് അകത്തേക്ക് ഓടിക്കയറി ഗവർണറുടെ വീടിന് താമസിക്കുന്ന സ്ഥലം വരെ അടുത്തുവരെ എത്തി. ഇത് കേരളത്തിലല്ലാതെ വേറെടുത്ത് നടക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ നടന്നു? അത് നിങ്ങളത് ആലോചിക്കണം. ഇതൊരു രാഷ്ട്രീയ സമരമാണോ എന്നുള്ളത്. 2, തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന റൂട്ടും സമയവും സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ചോർത്തി കൊടുക്കുന്നു. ആ ചോർത്തി കൊടുത്തതിന് ശേഷം ഒരു സ്ഥലത്തല്ല, രാജ്ഭവൻ്റെ അടുത്തുനിന്ന് വെള്ളയമ്പലത്തേക്ക് വരുമ്പോൾ അവിടെ ആക്രമണം നടത്തുന്നു, പോലീസ് തടയുന്നു. അത് കഴിഞ്ഞിട്ട് നിയമസഭ നമ്മുടെ MLA ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് വെച്ച് ആക്രമണം നടത്തുന്നു. അത് കഴിഞ്ഞ് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ വലിയ മാരകമായ രീതിയിൽ ആക്രമണം നടത്തി. ഇപ്പോൾ എടുത്തിട്ടുള്ള കണക്കനുസരിച്ച് 76,000 രൂപയുടെ നഷ്ടം ആ വാഹനത്തിലുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഒരു VIP വാഹനത്തിലെ VVIP ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് വാഹനത്തിനകത്തിരിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയും വാഹനത്തിനകത്തിരുന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തിരുന്ന് മരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ധൈര്യപൂർവ്വം താഴെ ഇറങ്ങി പോലീസ് ഇതിന് ഒത്താശ ചെയ്യുന്നു, എൻ്റെ കൂടെ വരുന്നവർ തന്നെ എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങി, വെളിയിലിറങ്ങി, നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ എന്നെ ആക്രമിച്ചോ, കമാൺ എന്ന് വന്ന് വിളിച്ചു. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തെ മാന്യമായി അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥലം വരെ എയർപോർട്ട് വരെ കൊണ്ടുപോകേണ്ട ചുമതല സ്റ്റേറ്റിനാണ്. ആ സ്റ്റേറ്റിന് ആഭ്യന്തര വകുപ്പിനാണ്. അവിടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടാൽ VIP-കൾ ഇങ്ങനെ ഇറങ്ങി പ്രതികരിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന SFIക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതായത് ഗവർണർക്കല്ല. 2, നിങ്ങൾ പറയുന്നത് സുപ്രീം കോടതി എന്തൊക്കെ ശാസന കൊടുത്തു എന്ന്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടനയിൽ ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ഓരോരുത്തർക്കും ഇരിക്കേണ്ട സ്ഥലവും നിശ്ചയിച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയാം, പല അഭിപ്രായങ്ങളും പറയും. ഇത്ര ദിവസത്തിനകം നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ല ഒരു ഗവർണറോട്. ഗവർണർക്ക് നിക്ഷിപ്തമായ അധികാരമാണ്. ബില്ല് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം, വേണമെങ്കിൽ അംഗീകരിക്കാം, വേണമെങ്കിൽ പ്രസിഡന്റിന്റെ ഇതിലേക്ക് അയക്കാം, അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ നിയമസഭയ്ക്ക് വീണ്ടും റീകൺസിഡറേഷൻ അയക്കാം. അദ്ദേഹത്തിന്റെ അവകാശമാണ് അത്. നിങ്ങൾ ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഒരേ തുല്യ എന്താണ് എന്നോട് കേരളത്തിന്റെ കേസെടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഉറങ്ങിപ്പോയിരുന്നു സുപ്രീം കോടതി പറഞ്ഞൊന്നും താങ്കൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഗവർണർക്ക് ഇഷ്ടമുള്ള കാലഘട്ടം ഈ ബില്ല് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി പറഞ്ഞ കാര്യത്ത് ആ ദിവസങ്ങളിൽ ഉറങ്ങിപ്പോയതാണോ? പറ്റില്ല. നിങ്ങൾ ഉറങ്ങിയതും ഞാൻ ഉറങ്ങിയെന്ന് പറയും, നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതും തുല്യം തന്നെയാണ്. ഏത് ഓർഡറാണ് കേട്ടോ നിങ്ങളെ എഴുതാൻ ഇത്ര ദിവസത്തിനകത്ത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഏത് കോടതിയാണ് പറഞ്ഞത്? ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു കേസ് നടത്തുമ്പോൾ കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായമല്ല, വിധിയല്ല. ഒരു ഡയറക്ഷനും സുപ്രീം കോടതി കൊടുത്തിട്ടില്ല ഇത്ര ദിവസത്തിനകത്ത് ഈ ഗവർണർ ഒപ്പിടണമെന്ന്. അതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല. ഭരണഘടന അനുസരിച്ചാണ് സുപ്രീം കോടതിയും പ്രവർത്തിക്കുന്നത്, ഭരണഘടന അനുസരിച്ചാണ് ഗവർണറും പ്രവർത്തിക്കുന്നത്. അതല്ലാതെ
ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും പറയാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല, ഗവർണർക്ക് കഴിയില്ല. ജെ.ആർ. പത്മകുമാർ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി പോയിക്കോളൂ. സുപ്രീം കോടതി അക്കാര്യത്തിൽ വിധിന്യായം എഴുതാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകളിൽ ഒപ്പിട്ടിട്ടുള്ളത്. ബുധനാഴ്ച കേസ് വെച്ചിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സെക്രട്ടറിയോട് ഈ പറയുന്ന തങ്ങൾ നേരത്തെ പഞ്ചാബ് കേസിൽ വിധിന്യായം വായിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയും ആ വിധിന്യായം വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കൾ ഉറങ്ങിപ്പോയെന്ന്. പഞ്ചാബ് കേസിനെ കുറിച്ച് അല്ലല്ല, പഞ്ചാബിന്റെ കേസിനെ സംബന്ധിച്ച് ആരിഫ് ഖാൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗവർണർ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ആശ്വസിക്കുക, സുപ്രീം കോടതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറയുമെന്ന് പൊതുവായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുമെന്നല്ലാതെ ഗവർണറൊക്കെ നിർദ്ദേശിക്കുന്ന ഇന്ന് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിക്കാൻ ഒരിക്കലും സുപ്രീം കോടതി ഡയറക്ഷൻ കെടുക്കില്ല എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, അക്കാര്യത്തിൽ ഇനിയിപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ എപ്പോൾ ഒപ്പിടണം, ആസ് സൂൺ ആസ് പോസിബിളുടെ വ്യാഖ്യാനം എന്താണ്, ഏതൊക്കെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം തുടങ്ങിയ കാര്യങ്ങൾ അമെൻഡ് ചെയ്ത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി മാറില്ല, സുപ്രീം കോടതി മാറുന്ന നിർദ്ദേശങ്ങൾ മാറില്ല, സുപ്രീം കോടതിയുടെ ഇടപെടലും മാറില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, എന്തൊക്കെയാണ് നടത്തിക്കൂട്ടുന്നത് ശ്രീ ജെ.ആർ. പത്മകുമാർ? ഒന്ന്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന്റെ ബില്ലല്ലത്, സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകളാണവ. ആ ബില്ലുകളെ പാസാക്കാൻ കൂട്ടാക്കാതെ 2.5 വർഷക്കാലം അട്ടത്ത് വെക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനെയാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രപതി ഭവനിലേക്കെങ്കിലും എത്തിച്ചിട്ടുള്ളത്. അക്കാര്യത്തില് എന്തായാലും സംസ്ഥാന സർക്കാർ അവരുടെ റിട്ട് അമെൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നോക്കൂ, അവിടെ മാത്രം തീരുന്നില്ല. ഇപ്പോ സർവകലാശാലകളില് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന് തുനിയുകയാണ്. കഴിഞ്ഞ ദിവസം നേരത്തെ ആർഷോ ചൂണ്ടിക്കാണിച്ചത് പോലെ തന്നെ ഈ പറയുന്ന സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തെ ന്യായീകരിച്ച് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഇതായിപ്പോ സെമി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിനെ കേരളത്തിലെ 59-ൽ പിരിച്ചുവിട്ടതുപോലെ പത്മകുമാറെ ഒരിക്കൽ കൂടി ഈ സർക്കാരിനെ കൂടി പിരിച്ചുവിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. അല്ല, അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇതിനെ ഒരു നിമിഷം പോലും ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി അതിൽ കേന്ദ്രത്തെ ഇടപെടിപ്പിക്കാം എന്നാണ് പിണറായി വിജയനും LDF ശ്രമിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ അതിൽ അത്രയാണ് താങ്കൾക്ക് പറയാനുള്ളത്. ഷിനവാസ് തണ്ട് നോക്കി കളിക്കാൻ പോകട്ടെ എന്നാണ് പത്മകുമാർ പറഞ്ഞത്. അതായത് സംഘപരിവാർ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കിട്ടിയില്ല. പറഞ്ഞോ അല്ല, പൂർത്തിയാക്കും. ഞാൻ വിചാരിച്ച 3 കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചതെന്ന് താങ്കൾ ആദ്യം തന്നെ പറയുകയും 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞാൽ ഇല്ലല്ല, ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞു വരുന്നാൽ ഇത്രയും കാലം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇവിടെ ഈ കമ്മിവൽക്കരണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കുറെ ആളുകളെ പത്മകുമാർ സണ്ണിക്കുട്ടി അബ്രഹാം അതിന് ഖണ്ഡിതമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഓരോ സർക്കാരാണ് ഇവിടെ. നിങ്ങൾ BJPക്ക് ഒരു സീറ്റില്ല സാറേ. അല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ശ്രീധരൻ കിട്ടിയൊന്നും അല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയും ഗ്രാൻഡോട് കൂടിയും സാമ്പത്തിക സഹായത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതാണ്. UGCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് സഹായവും അതുപോലെ നമ്മുടെ HRD മിനിസ്റ്ററുടെ സഹായത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ നടത്താനുള്ളതല്ല. അതിന് നിലവിൽ നിയമമുണ്ട് ഇന്ത്യയിൽ. ആ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിൽ അധികാരം പ്രയോഗിക്കാനുള്ള കഴിവും അധികാരവും അവകാശവും ഇന്ത്യൻ യൂണിയൻ ഉണ്ട്. കേരളത്തിലെ സർവകലാശാലകളെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ശ്രീ പത്മകുമാർ അങ്ങേക്കില്ല എന്ന് തോന്നുന്നു. നോക്കൂ, കേരളത്തിലെ സർവകലാശാലകളുടെ സർവകലാശാലകളിലെ കേൾക്കൂ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചാൻസലറായി ഗവർണറെ നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന്റെ അടിസ്ഥാനത്തിലെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ടാണ്.
നമുക്ക് പൂർത്തിയാക്കട്ടെ. അല്ല. അപ്പോ ആ ചാൻസലറുടെ കീഴിലുള്ള ഇവിടെ പ്രോ SFI ചാൻസലർ കാർക്ക് ആയിക്കൊള്ളട്ടെ, PhD എടുക്കാനും, വൈസ് ചാൻസലർ ആയിക്കോട്ടെ, post പ്രോ വൈസ് graduation ചാൻസലർ ആയിക്കൊള്ളട്ടെ, ശ്രീ അതുപോലെ ജെ പത്മകുമാർ ഇവരുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഇവരെ നിയോഗിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ അല്ല, അങ്ങനെയാണ് നിർദ്ദേശപ്രകാരം വകുപ്പ്. അല്ല, സംസ്ഥാന അങ്ങനെയാണ് സർക്കാരിന്റെ അങ്ങനെയാണ് വകുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഗവർണറോട് ഇന്നയാളെ ചാൻസലറായി നിയോഗിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകാറുള്ളത്. നവംബർ 30-ാം തീയതി അല്ല, നിങ്ങൾ നവംബർ 30-ാം തീയതി സുപ്രീം കോടതി വിധി നോക്കൂ. ഗവർണറോട് എന്താണ് പറഞ്ഞിട്ട്, ഈ ചാൻസലറോട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾ ഇവിടെ SFIക്കാർക്ക് ഡോക്ടറേറ്റ് എടുക്കാനും PG എടുക്കാനും കുറെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടാനും ഉള്ള ഒരു ഇടമാക്കി ഇതിനെ മാറ്റിയിരുന്നു. അവിടെ നിന്ന് മാറ്റിയിട്ട് ജനാധിപത്യ പ്രക്രിയയിലേക്കാണ് ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കഴിവുള്ള സമർത്ഥരായ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. ശരി, ഈ നമ്മുടെ എങ്ങനെയാണോ ഈ ഒരു കലാശാലകൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശരി, ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് കുറച്ച് സമയമായാലും നിൽക്കുന്നത്. ദയവായി തുടരുക ശ്രീ ജി ആർ പത്മകുമാർ. Debate with MV Nikesh Kumar.